Good morning, dear students, teachers, and my dear friends. Today we celebrate 80th Independence Day of our motherland. We shall remember with gratitude all the great freedom fighters who sacrificed their lives for our nation. Dear students, freedom comes with responsibility. Let's be disciplined, respect one another, care for our environment, and grow into responsible citizens who make our country proud. Let's always love and respect our motherland and work together for a strong, peaceful, and prosperous India. Jai Hind. Happy Independence Day. God bless us all. Thank you. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ 80ാമത് സ്വാതന്ത്ര്യദിനം ഇന്ന് രാജ്യമെമ്പാടും തിമർപ്പോടെ ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ താന്നിപ്പുഴ അനിത വിദ്യാലയത്തിലെ മാനേജ്മെന്റിനും സ്കൂൾ പ്രിൻസിപ്പലിനും വൈസ് പ്രിൻസിപ്പലിനും PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും ടീച്ചേഴ്സിനും ഏറ്റവും പ്രിയപ്പെട്ട ഭാവിയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾക്കും ഊഷ്മളമായ സ്വാതന്ത്ര്യദിനാശംസകൾ നേരുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത അതിമനോഹരമായ ദേശീയ പതാകയാണ് നമുക്കുള്ളത്. 3 നിറങ്ങളിലായി നടുവിൽ അശോകചക്രവും ഉൾപ്പെടെയുള്ള ദേശീയ പതാകയെയാണ് പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്തത്. വ്യക്തമായ ആശയങ്ങളും മൂല്യങ്ങളെയുമാണ് ഈ ദേശീയ പതാക സൂചിപ്പിക്കുന്നത്. കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധൈര്യത്തെയും ത്യാഗത്തെയും നിസ്വാർത്ഥതയെയുമാണ് സൂചിപ്പിക്കുന്നത്. വെള്ള നിറമാകട്ടെ സമാധാനത്തെയും ശുദ്ധതയെയുമാണ് സൂചിപ്പിക്കുന്നത്. പച്ച നിറമാകട്ടെ ഐശ്വര്യത്തെയും പ്രതീക്ഷയെയും സമ്പൽ സമൃദ്ധിയെയും വിശ്വാസത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അശോകചക്രമാകട്ടെ നിരന്തരമായ ധാർമ്മികതയെയും പുരോഗതിയെയുമാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഭംഗിയാർന്ന ഒരു ദേശീയ പതാകയെയാണ് നമുക്ക് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഈ ദേശീയ പതാക ഇന്ത്യയിലെ ഓരോ ജനങ്ങളും ഓരോരുത്തരും നെഞ്ചേറ്റുന്നതിനും ആ ദേശീയ പതാകയെ മുറുകെ പിടിക്കുന്നതിനും നമുക്ക് സാധിക്കണം. അങ്ങനെ ഇന്ത്യയോടുള്ള കൂറ് പുലർത്താൻ, ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ ഈ ദേശീയ പതാക നമുക്ക് വലിയ ശക്തിയായി മാറണം. അതിനുവേണ്ടി ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഓരോരുത്തർക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. നമ്മുടെ രാജ്യം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ മഹത്തായ ദിനത്തിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ. 1947 ആഗസ്റ്റ് 15 നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി. ആ സ്വാതന്ത്ര്യത്തിന് പിന്നിൽ അനേകം ധീര ദേശസ്നേഹികളുടെ ത്യാഗവും കഠിന പ്രയത്നവും ഉണ്ടായിരുന്നു. അഹിംസ എന്ന ആയുധവുമായി രാജ്യത്തെ നയിച്ച മഹാത്മാഗാന്ധി, ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ലോകത്തിന് സമ്മാനിച്ച വിപ്ലവത്തിന്റെ തീപ്പൊരി ഭഗത് സിംഗ്, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, അങ്ങനെ ഒട്ടനവധി ധീര നേതാക്കൾ. ഈ ധീര ദേശസ്നേഹികളുടെ ത്യാഗത്തെ നന്ദിയോടെ സ്മരിക്കുന്ന ദിനം കൂടിയാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യ ദിനം ഒരു ആഘോഷ ദിനം മാത്രമല്ല, നമ്മുടെ രാജ്യത്തോടുള്ള കടമകളും ഉത്തരവാദിത്വങ്ങളും ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനം കൂടിയാണ്. ഈ മഹാത്മാക്കളുടെ ത്യാഗം വെറുതെയാകാതിരിക്കാൻ സത്യസന്ധതയും അച്ചടക്കവും സേവന മനോഭാവവും ജീവിതത്തിൽ പുലർത്താൻ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ ഓരോരുത്തരും ഇന്ത്യയുടെ ഭാവിയാണ്. ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ രാജ്യം ശക്തമാകുന്നത്. പരാജയങ്ങളെ ഭയക്കാതെ മുന്നോട്ട് പോകണം. നമ്മുടെ കഴിവുകൾ രാജ്യത്തിൻ്റെ പുരോഗതിക്കായി ഉപയോഗിക്കണം. ചെറിയ നല്ല പ്രവർത്തികളിലൂടെ പോലും നമുക്ക് രാജ്യത്തിൻ്റെ പുരോഗതിയിൽ പങ്കാളികളാകാം. ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമായ കൈകളിലാണെന്ന് ഓരോ വിദ്യാർത്ഥിയും തെളിയിക്കട്ടെ. രാജ്യം ആദ്യം എന്ന ചിന്ത ഓരോ ഭാരതീയന്റെയും ജീവിത മന്ത്രമാകട്ടെ. സ്വാതന്ത്ര്യം എന്നത് നമുക്ക് ലഭിച്ച
അമൂല്യമായ ഒരു സമ്മാനമാണ്. നല്ല വിദ്യാർത്ഥികളായി വളരുക, നല്ല മനുഷ്യനായി ജീവിക്കുക, നല്ല പൗരന്മാരായി രാജ്യത്തെ സേവിക്കുക. എല്ലാവർക്കും സമാധാനവും ഐക്യവും പുരോഗതിയും നിറഞ്ഞ ഒരു ഭാരതം ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.